ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ന്യൂ ബോൺ എസെൻഷ്യൽസ് ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ന്യൂ ബോണിന് എന്തൊക്കെ മേടിക്കണമെന്നത് എപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷനാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കൊക്കെയാണ് ഭയങ്കര ഹെൽപ്ഫുൾ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ന്യൂ മോമാണ്, നിങ്ങളുടെ വീട്ടിലൊരു ന്യൂ ബോൺ ബേബി ജനിക്കാൻ പോകുന്നു. അപ്പോൾ ബേബിക്ക് എന്തൊക്കെ സാധനം മേടിക്കണം എന്നുള്ളത് നമുക്ക് ഭയങ്കര വലിയൊരു കൺഫ്യൂഷനാണ് എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അതേപോലെ നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ബേബി ജനിക്കുന്നതിന് മുമ്പ് മേടിച്ച് വെക്കണം, ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കൺഫ്യൂഷനുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ന്യൂ ബോൺ ബേബിക്ക് നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കണം, അത് സ്റ്റെറിലൈസ് ചെയ്യണം, അയൺ ചെയ്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. പക്ഷേ ഡ്രസ്സ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ശരിക്കും ഒരു ബേബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മേടിച്ച് വെക്കേണ്ട കാര്യം? അതാണ് നമുക്ക് പലപ്പോഴുള്ള കൺഫ്യൂഷൻ അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡ്രസ്സൊന്നും കാണിക്കുന്നില്ല. ഡ്രസ്സ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അഥവാ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ, ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ. അപ്പോൾ അതിനകത്ത് ഞാൻ ബേബിക്ക് എന്തൊക്കെ ഡ്രസ്സാണ് മേടിക്കുന്നത് എന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ബേബിക്ക് ഡ്രസ്സ് മേടിക്കാവുന്നതാണ്. പക്ഷേ ഡ്രസ്സ് അല്ലാതെ വേറെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മേടിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആദ്യമേ ഞാനൊരു ഡിസ്ക്ലെയിമർ പറഞ്ഞേക്കാം, ഇതിൽ ഒന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇതൊക്കെ ഞാൻ ഒരുപാട് റിവ്യൂ കണ്ട് മനസ്സിലാക്കി ശരിക്കും ബേബിക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇതിൽ കാണിച്ച മാക്സിമം ഞാൻ ഓൺലൈനിൽ തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. ആൻഡ് ഓൺലൈനിൽ ഞാൻ മേടിക്കുമ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ ഫസ്റ്റ് ക്രൈ, ഈ 3 ആപ്പാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ 3 ആപ്പിലും കമ്പയർ ചെയ്ത് ഏതിലാണോ വില കുറവെന്ന് തോന്നുന്നത് അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ വില കുറവ് മാത്രം നോക്കരുത് കേട്ടോ, അതിൻ്റെ എക്സ്പയറിയും കൂടി നോക്കുക. ചിലപ്പോൾ ആമസോണിൽ വില കുറവിൽ കാണാൻ പറ്റും, പക്ഷേ എക്സ്പയറി ഒരു 1-2 മാസത്തിൽ എക്സ്പയറി ആവുന്നുണ്ടാവും. അപ്പോൾ അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. എക്സ്പയറി കൂടുതൽ എന്ന വില കുറവ് ഏത് വെബ്സൈറ്റിലാണെന്ന് നോക്കുക, എന്നിട്ട് അതൊന്ന് ഓർഡർ ചെയ്യാം. അപ്പോൾ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബേബിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഡൈപ്പേഴ്സ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാമ്പേഴ്സിൻ്റെ ന്യൂ ബേബി പ്രീമിയം ടാപ്ഡ് ഡൈപ്പേഴ്സ് ആണ് കേട്ടോ. ന്യൂ ബോൺ ബേബീസിന് എലാസ്റ്റിക് ഡൈപ്പേഴ്സിനേക്കാളും ഇതുപോലത്തെ ടാപ്ഡ് ഡൈപ്പർ ആയിരിക്കും കേട്ടോ ഒന്നും കൂടി കംഫർട്ടബിൾ അവർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡയപ്പറിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാഷ് ക്രീം. റാഷ് ക്രീം ഞാൻ സെബാമെൻറ്റ് ബ്രാൻഡിൻ്റെയാണ് മേടിച്ചേക്കുന്നത്. PH വാല്യൂ 5.5 ഉണ്ട് കേട്ടോ. ഡോക്ടേഴ്സും ഇത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ബേബിയുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള വാഷിംഗ് ലിക്വിഡാണ് കേട്ടോ. ഞാനിവിടെ ലവ് ലാപ്പിൻ്റെ ലിക്വിഡാണ് മേടിച്ചേക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഇതേ പാക്കേജിങ്ങിൽ ബേബി ലിക്വിഡ് ഉണ്ട്, ബേബി ക്ലെൻസറും ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് ബേബി ലിക്വിഡ് തന്നെ മേടിക്കുക. അതേപോലെ പ്രോഡക്റ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇത് എത്ര ml ആണ് ഡ്രസ്സിൽ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. ഒരുപാട് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മുടെ ബേബിയുടെ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്നർ. ചിക്കു ബ്രാൻഡിൻ്റെ സോഫ്റ്റ്നർ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ തപ്പിയിട്ട് ഇതൊരു ബ്രാൻഡ് മാത്രമാണ് സോഫ്റ്റ്നർ ഇറക്കുന്നതായിട്ട് കണ്ടത് ബേബിക്ക് വേണ്ടിയിട്ട്. ഇതിൽ 2 കളർ ഉണ്ട് കേട്ടോ, ഒന്ന് ബ്ലൂ ആൻഡ് പിങ്ക്. ഞാൻ ബ്ലൂ ആണ് എടുത്തേക്കുന്നത്. സോഫ്റ്റ്നർ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് സോഫ്റ്റ്നർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കംഫർട്ടില്ലേ, അതുപോലെ ബേബിയുടെ ഡ്രസ്സിന് സ്മെല്ല് വരാൻ വേണ്ടിയിട്ടുള്ള, ഇല്ല നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്നർ മേടിക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യം വരുന്നത് എന്ന് പറയുന്നത് ബേബിയുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെർമോമീറ്റർ. ഞാനിവിടെ 2 തരം തെർമോമീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ നോർമൽ തെർമോമീറ്റർ, ഇന്നൊന്ന് സ്ട്രിപ്പ് തെർമോമീറ്റർ. സ്ട്രിപ്പ് തെർമോമീറ്റർ ഞാൻ മേടിച്ചേക്കുന്നത് ബേബി ഹഗ് എന്നാണ് കേട്ടോ. പല ന്യൂ ബോണും നമ്മുടെ നോർമൽ തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ സമ്മതിക്കില്ല, കരയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് നെറ്റിയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റീഡിങ് അപ്പം തന്നെ അറിയാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് സ്ട്രിപ്പ് തെർമോമീറ്റർ ഭയങ്കര യൂസ്ഫുൾ ആണ്. അല്ലാതെ നോർമൽ തെർമോമീറ്ററും ബേബി ഉറങ്ങുമ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനാണ് ഞാൻ 2 ടൈപ്പ് മേടിച്ചേക്കുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യം വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ഓരോ നാട്ടിലേക്കും ഓരോ പേരാണ്. ഗോകർണ എന്ന് പറയും, പാലാട എന്ന് പറയും, അങ്ങനെ പല സ്ഥലത്തേക്കും പല പേരാണ്. അപ്പോൾ ഇതിനകത്ത് എഴുതിക്കുന്ന പീജിയൻ പാലാട ഫോർ ബേബി എന്നാണ് കേട്ടോ.
ഇത് യൂഷ്വലി കൊണ്ടുപോകുന്നത് ബേബിക്ക് എന്തെങ്കിലും പെട്ടെന്ന് മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ലാച്ചിങ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിൽക്ക് പമ്പ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഒരു ഇനീഷ്യൽ ടൂള് പോലെ. ഇതല്ലാതെ നമുക്ക് കൊടുക്കാൻ വേറെ പല ഓപ്ഷൻസും ഉണ്ട്. എന്നാലും ഇതൊരു ഓപ്ഷൻ പോലെ നമുക്ക് ഉപയോഗിക്കാം. ഇത് തന്നെ സിൽവറിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, അതേപോലെ സ്റ്റീലിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. സ്റ്റീലിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്നും കൂടിയും ഷാർപ്പായിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് ചെറിയ രീതിയിലുള്ള പേടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ സിലിക്കോൺ എടുത്തേക്കുന്നത്. ഇത് ശരിക്കും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് സിൽവറിൽ വേണമെങ്കിലും മേടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബേബിയുടെ നെയിൽ കട്ട് ചെയ്യാനുള്ള നെയിൽ കട്ടർ. അപ്പം ഞാനിവിടെ 2 തരം നെയിൽ കട്ടർ എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നോർമൽ നെയിൽ കട്ടർ മീമിയുടെ. ഇതിൽ വന്നിട്ട് സ്കിൻ ഗാർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബേബിയുടെ സ്കിന്നൊന്നും ടച്ച് ആവില്ല ഇതിനകത്ത് വെട്ടുമ്പോൾ. അതുകൊണ്ട് ഈ ഒരു ഇതും എടുത്തിട്ടുണ്ട്. അതേപോലെ നെയിൽ ഫൈല്. ഇതിൽ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ന്യൂ മോമിനും അറിയുന്നുണ്ടാവും. ഇത് നെയിലിൽ പെട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു കുഴപ്പവും ഇല്ല. എന്നാലും ചിലപ്പോൾ ഇത് നമുക്ക് പ്രാക്ടീസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ സേഫർ സൈഡ് 2 നെയിൽ കട്ടർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു റാൻഡം ബ്രാൻഡിൻ്റെ നെയിൽ ഫൈലിംഗ് കിറ്റും പിന്നെ മീമി ബ്രാൻഡിൻ്റെ ഒരു നോർമൽ നെയിൽ കട്ടർ വിത്ത് സ്കിൻ ഗാർഡാണ് മേടിച്ചേക്കുന്നത്. പിന്നെ ഞാൻ മേടിച്ചേക്കുന്ന കാര്യമാണ് ഒരു ഫീഡിംഗ് ബോട്ടിൽ. ഫിലിപ്സിൻ്റെ ആണ് മേടിച്ചേക്കുന്നത്. ഇതാണ് കുറച്ചും കൂടിയും എന്താ പറയുക നാച്ചുറൽ റെസ്പോൺസ് ട്രീറ്റുള്ള ഒരു അടിപൊളി ഫീഡിംഗ് ബോട്ടിലാണ്. ഫിലിപ്സിൻ്റെ ആണ് മാക്സിമം ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യുന്ന ഫീഡിംഗ് ബോട്ടിൽ കേട്ടോ. ഇതിൽ 0 മന്ത്സിൻ്റെ വേണം ന്യൂ ബോൺ ബേബിക്ക് വേണ്ടി മേടിക്കാനായിട്ട്. ഈ ഒരു ഫീഡിംഗ് ബോട്ടിൽ നാച്ചുറൽ റെസ്പോൺസ് ആയതുകൊണ്ട് ബേബി നോർമലി മിൽക്ക് ഫീഡ് എടുക്കുമ്പോൾ എങ്ങനെ സക്ക് ചെയ്ത് കുടിക്കുമോ അതുപോലെ തന്നെയാണ് ഈ ഫീഡിംഗ് ബോട്ടിലും കുടിക്കേണ്ടത്. മിൽക്ക് ഓവർഫ്ലോ ആവില്ല കേട്ടോ. ആൻഡ് നിപ്പിൾ കൺഫ്യൂഷൻ ഇഷ്യൂസും ഇതുകൊണ്ട് ഉണ്ടാവില്ല. ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും ബേബി ജനിച്ച വഴിക്ക് ഫീഡിംഗ് ബോട്ടിൽ ആവശ്യമുണ്ടോ എന്ന്. നോർമലി മിൽക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർക്ക് കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും ലാച്ചിങ് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഈ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഡയറക്റ്റ്ലി ബോട്ടിൽ ഫീഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനത്തെ കേസസിനൊക്കെയാണ് ഈ ഫീഡിംഗ് ബോട്ടിൽ യൂസ് ആവുന്നത്. ഫീഡിംഗ് ബോട്ടിൽ മേടിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും കൂടി മേടിക്കണം കേട്ടോ. അപ്പം ഞാൻ മീഷോന്ന് ഇതുപോലത്തെ ഒരു ബ്രഷ് മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മീമി ബ്രാൻഡിലുള്ള വേറൊരു ബ്രഷും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ബ്രഷ്. ഇതിനകത്ത് വേറൊരു എക്സ്ട്രാ ബ്രഷും കൂടി വരുന്നുണ്ട് കേട്ടോ. 2 തരത്തിലുള്ള ബ്രഷ് ഉണ്ട്. ഇത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്. അപ്പോൾ ഈ ബ്രഷ് എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിലിൻ്റെ സൈഡിലുള്ള ഡേർട്ടൊക്കെ കഴുകിയെടുക്കാനാണ് കേട്ടോ മെയിനായിട്ട് യൂസ് ആവുന്നത്. ആൻഡ് മീമിയുടെ ബ്രഷ് നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ആ ചെറിയ ബ്രഷ് നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പും നിപ്പിൾ ഏരിയാസ് ഒക്കെ ഒന്ന് കഴുകിയെടുക്കാനും, വലിയ ബ്രഷ് ബോട്ടിലിൻ്റെ ഉൾഭാഗം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബേബിയുടെ സ്പൂൺസ് അല്ലെങ്കിൽ ഇതുപോലെ പാലാട ഒക്കെ വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വാഷ് ചെയ്യാനുള്ള ബേബി ക്ലെൻസർ. ഞാനിവിടെ എടുത്തേക്കുന്നത് മദേഴ്സ് പാഷൻ്റെ ബേബി ലിക്വിഡ് ക്ലെൻസറാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബേബിയുടെ ബോട്ടിലൊക്കെ വാഷ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെറ്റ് വൈപ്സ്. ഇതും ഞാൻ മദേഴ്സ് പാഷൻ്റെ 99 പ്യൂർ വാട്ടറുള്ള വെറ്റ് വൈപ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിൽ എക്സ്ട്രാ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, ബേബി സേഫാണ്. പിന്നെ വേണ്ടത് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഞാൻ മാക്സ് കെയർ ബ്രാൻഡിൻ്റെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ ചെയ്തെടുക്കായിരിക്കും കേട്ടോ നല്ലത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് മിനി ട്രാഷ് ബാഗാണ് കേട്ടോ. ഇത് ട്രാഷ് ബാഗ് മാത്രമല്ല, അത് ഇട്ട് വെക്കാനുള്ള ഒരു ഹോൾഡറും കൂടിയാണ് കേട്ടോ. ഇതിനകത്ത് മേലെ ഒരു ഹൂക്ക് കണ്ടില്ലേ, അത് നമ്മുടെ ബാഗിൻ്റെ സൈഡിൽ കൊളുത്തിയിട്ട് കഴിഞ്ഞാൽ നടുക്കുള്ള ഹോൾ വഴി നമുക്ക് ഓരോ ട്രാഷ് ബാഗായിട്ട് പുറത്തെടുക്കാം. ഇത് എന്തിനാണ് യൂസ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിയുടെ ഡയപ്പർ കളയാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മുടെ സാനിറ്ററി പാഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ 4 ട്രാഷ് ബാഗിൻ്റെ റോളും കൂടിയും വരുന്നുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ആയിട്ടോ. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മിനി ലോണ്ട്രി ബാസ്ക്കറ്റ് ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ട് അല്ലേ. ഇതുപോലൊരു ലോണ്ട്രി ബാസ്ക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ബേബിയുടെ എല്ലാ ഡ്രസ്സും നമുക്ക് ഇതിനകത്ത് ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് വാഷ് ചെയ്യും. ഇത് മാൻഡേറ്ററി ആയിട്ട് മേടിച്ച് വെക്കണമെന്നൊന്നുമില്ല, പക്ഷെ നല്ലതാണ്. എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നാലും ഉടനെ തന്നെ ആവശ്യം വരും. അപ്പം നമ്മുടെ നോർമൽ നല്ല വീട്ടിലിട്ട് കൊടുക്കുന്ന ക്ലോത്ത്സ് ഒക്കെ ഇതിനകത്ത് വെച്ചിട്ട് വാഷ് ചെയ്യാം. പിന്നെ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ് ബേബി ക്യാരി നെസ്റ്റ്.
ഞാൻ ബേബി ഹബ് ബ്രാൻഡിന്റെ ക്യാരി നെസ്റ്റ് ആണ് മേടിച്ചേക്കുന്നത്. കാണാൻ നല്ല പ്രീമിയം ലുക്കുള്ള വെൽവെറ്റി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. ഞാൻ ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ നെക്സ്റ്റ് ആവശ്യം വരുന്ന സാധനമാണ് ബേബി ബെഡ്. ഈ ബെഡ് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയിട്ടാണ് മേടിച്ചത്. ബേബി ഡി എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ ലോക്കൽ സ്റ്റോർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നേരിട്ട് പോയിട്ട് ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മളിത് മേടിച്ചേക്കുന്നത്. ഇത് ഹോസ്പിറ്റൽ ബാഗിൽ ഒരുപാട് യൂസ്ഫുൾ ആവട്ടോ. ബിക്കോസ് കൊതുകൊന്നും കടിക്കാതെ ബേബീനെ ഇതിനകത്ത് കിടത്താം. പിന്നെ ഞാനിവിടെ ഡൈപ്പർ ബാഗും കൂടി കാണിക്കുന്നുണ്ട്. ഇത് മാൻഡേറ്ററി ഒന്നുമല്ല, നിങ്ങൾ മേടിച്ച് വെക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഇത് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രം. പക്ഷേ മാൻഡേറ്ററി ആയിട്ട് മേടിച്ച് വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല. പിന്നൊരു കാര്യം, നമ്മൾ ബേബിക്ക് എന്ത് മേടിക്കുമ്പോഴും ശരി, ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിൽ മേടിക്കാതെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മേടിക്കാൻ നോക്കുക. അതായത് നമ്മളൊരു ബേബിയുടെ ലിക്വിഡ് മേടിക്കുകയാണ്, ഇതിൽ ഏറ്റവും കുറവ് ഞാൻ കണ്ടത് 500 ml ആണ് കേട്ടോ. ഇതിലും ചെറിയ ബോട്ടിൽ ഞാൻ ഓൺലൈനിൽ കണ്ടില്ല, അതുകൊണ്ടാണ് 500 ml മേടിച്ചത്. നിങ്ങൾക്കിത് ഓൺലൈനിലോ അല്ലെങ്കിൽ ഓഫ് സ്റ്റോറിലോ ഇതിനേക്കാളും ചെറിയ ക്വാണ്ടിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മേടിക്കുക. എന്നിട്ട് ഉപയോഗിച്ച് നോക്കുക. സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാമല്ലോ. എത്ര തന്നെ നല്ല പ്രൊഡക്റ്റാണ്, ഒരുപാട് റിവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബേബിക്ക് അത് സൂട്ട് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മേടിച്ച് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇൻ കേസ് സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും ചെറുതും വില കുറവും അതേപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലത്തെ പ്രോഡക്റ്റ് മേടിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, ബേബി സോപ്പ്, ലോഷൻ, ഷാമ്പു അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ലല്ലോ എന്ന്. ഒരു ന്യൂ ബോൺ ബേബിക്ക് ഉടനെ തന്നെ സോപ്പും ഷാമ്പുവും ഇതൊന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. അതാണ് സത്യം. അത് മുന്നേ തന്നെ മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. കുട്ടി ജനിച്ചതിന് ശേഷം നമ്മുടെ പീഡിയാട്രിഷ്യൻ വരും. പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് അവർ ഏത് സോപ്പാണ് സജസ്റ്റ് ചെയ്യുന്നത്, ഏത് ഷാമ്പു ആണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചതിന് ശേഷം മേടിക്കായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഞാൻ കുറേ പേര് കോമ്പൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, അതായത് ബേബി ഗ്രൂമിങ് സെറ്റിലേക്ക് കോമ്പ് ഒക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ജനിച്ചപ്പോൾ തന്നെ മുടിയൊന്നും ചീന്തി കൊടുക്കില്ല സാധാരണ. ഒരു മുടിയൊക്കെ ഉറയ്ക്കണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൽ കോമ്പൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കോമ്പ് ഇൻക്ലൂഡ് ചെയ്തോളൂ കേട്ടോ. ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.